പ്രധാനമന്ത്രിയായ ശേഷം ഇതുവരെ ഒരു പത്രസമ്മേളനം പോലും നടത്താൻ നരേന്ദ്രമോദി തയ്യാറായിട്ടില്ല. കഴിഞ്ഞ ദിവസങ്ങളിൽ മോദിക്ക് ഇഷ്ടപ്പെട്ട ചില മാധ്യമ സ്ഥാപനങ്ങൾക്ക് അഭിമുഖം നൽകി. മോദി എഴുതിക്കൊടുത്ത ചോദ്യങ്ങൾ നാടകീയമായി ചോദിക്കുക മാത്രമാണ് ഈ മാധ്യമ പ്രവർത്തകർ ചെയ്തത്. എന്നാൽ പ്രധാനമന്ത്രി മുന്നിൽ വന്നു നിന്നാൽ ജനങ്ങൾ ചോദിക്കാൻ ആഗ്രഹിക്കുന്ന ചില ചോദ്യങ്ങളുണ്ട്. എന്തെല്ലാമാണ് ആ ചോദ്യങ്ങളെന്ന് കാണാം. ഒരു വിദ്യാർത്ഥി എന്ന നിലയിൽ എനിക്കൊരു ചോദ്യം ചോദിക്കാനുണ്ട്. പ്രിയപ്പെട്ട പ്രധാനമന്ത്രി, എന്തിനാണ് ഞങ്ങളുടെ പാഠപുസ്തകത്തിൽ നിന്ന് ഈ ചരിത്രങ്ങൾ എടുത്തു മാറ്റുന്നത്? ഓരോ വിദ്യാർത്ഥിയുടെയും അവകാശമാണ് ചരിത്രം പഠിക്കേണ്ടതെന്ന്. ഒരു വിദ്യാർത്ഥി എന്ന നിലയിൽ ഞങ്ങൾ ചരിത്രം പഠിക്കുക തന്നെ ചെയ്യും. ഇത് കേരളമാണ്, എടുത്തു മാറ്റാൻ സാധിക്കില്ല. തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട പരസ്യങ്ങളിൽ പ്രധാനമന്ത്രി പറയുന്നത് കേരളത്തിന് അർഹമായിട്ടുള്ള പരിഗണന നൽകുമെന്നുള്ളതാണ്. നമുക്കറിയാം, കുറേ കാലമായിട്ട് കേരളം ആവശ്യപ്പെടുന്നതാണ് എയിംസ് പോലെയുള്ളത്. പക്ഷേ ആ എയിംസ് പോലെയുള്ളത് ഇതുവരെയായിട്ട് കേരളത്തിനകത്ത് നൽകുവാൻ പ്രധാനമന്ത്രിക്ക് കഴിഞ്ഞിട്ടില്ല. ഈ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ വലിയ വാഗ്ദാനങ്ങൾ നൽകുന്ന പ്രധാനമന്ത്രി കഴിഞ്ഞ കാലങ്ങളിൽ നമുക്ക് നൽകാമെന്ന് പറഞ്ഞിട്ടുള്ള ഓൾ ഇന്ത്യ മെഡിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട് എന്തുകൊണ്ട് ഇതുവരെയായിട്ട് നൽകിയിട്ടില്ല എന്നുള്ള ഒരു ചോദ്യമാണ് എനിക്ക് ഉന്നയിക്കാനുള്ളത്. പല മാധ്യമങ്ങളിൽ നിന്ന് ചോദിക്കാൻ പേടിക്കുന്ന ഒരു ചോദ്യമാണ് എനിക്ക് പ്രധാനമന്ത്രിയോട് പറയാനുള്ളത്, ചോദിക്കാനുമുള്ളത്. ഇന്ത്യയിലെ ഒരുപാട് പട്ടിണി കിടക്കുന്ന പാവങ്ങളായിട്ടുള്ള ആൾക്കാർ ഒരുപാടുണ്ട്. പക്ഷേ അവരെക്കുറിച്ചൊന്നും പ്രധാനമന്ത്രി ഇതുവരെ സംസാരിച്ചതായി കേൾക്കുന്നില്ല. അതുകൊണ്ട് എനിക്ക് പ്രധാനമന്ത്രിയോട് ചോദിക്കാനുള്ളത്, ആഗോള വിശപ്പ് സൂചികയിൽ ഇന്ത്യയുടെ സ്ഥാനം എത്രാമതാണെന്നാണ്. അതിന് പ്രധാനമന്ത്രി ഉത്തരം നൽകിയേ പറ്റുള്ളൂ. സാധാരണക്കാരായ ജനങ്ങൾക്ക് അതറിയണം. മോദിയോട് എനിക്കൊരു കാര്യം ചോദിക്കാനുണ്ട്. ഡീസലിനും പെട്രോളിനൊക്കെ വില കുറയ്ക്കുമോ? 50 രൂപ ആക്കുമോ? ജനങ്ങൾക്ക് ഇവിടെ ജീവിക്കേണ്ടതല്ലേ?